പ്രധാനത്തെ പറഞ്ഞ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പരമാവധി ചെയ്യാതെ ഞങ്ങൾ കേരളത്തിനും കേന്ദ്രത്തിനും കൂട്ടിച്ചേർത്താണ് പറയുന്നത്. 10 മണി. ഈ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുമ്പോഴാണ് കൂടിക്കാഴ്ച. രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയപരമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയം ഇല്ലാത്തവരാണെന്ന് അവർക്കറിയാം. നിലവിലിപ്പം ഒരു സംസ്ഥയുടെ ഒരു ഐക്യത്തെ കുറിച്ചൊക്കെ ഉസ്താദ് നാട്ടിൽ പറഞ്ഞിരുന്നു. അത് ഐക്യമാണോ, ഒന്നിച്ച് പോവുക എന്നുള്ളതാണോ, EKP ഒന്നിച്ച് പോവുക എന്നുള്ളതാണോ, അതോ ലയനമാണോ? എന്താണ്, ഒരുമിച്ച് പോവോ കാര്യങ്ങൾ? ചർച്ച ആരംഭിക്കുമ്പോഴേ പറയാതെയുള്ളൂ. അതുപോലെ പ്രധാനമന്ത്രി മലേഷ്യ പോയിരുന്നു. മലേഷ്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ചർച്ച ഉണ്ടായി? ചർച്ച ഒന്നുമില്ല. വരുമോ മലേഷ്യ പ്രധാനമന്ത്രി ഉടൻ ഇന്ത്യയിൽ? അത് വരും. ഉടനെ വരും. ഉടനെന്നില്ല, വരൂ. കേരളത്തിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നൊരു സാഹചര്യമാണല്ലോ. അപ്പം പൊതുവെ ഇപ്പം AP വിഭാഗം ഇടതുപക്ഷത്തോട് ചേർന്ന് പോകുന്നു എന്ന വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു പോക്കില് അത് ഓക്കെ ആണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഓക്കെ ആണോ അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ? ഞങ്ങൾ അത് സംബന്ധിച്ച് ഒന്നും ചർച്ച തുടങ്ങിയിട്ടില്ല. റമദാനൊക്കെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചർച്ച ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് ഞങ്ങളെ പറ്റിയ ചർച്ച ഒന്നും തുടങ്ങിയിട്ടില്ല. ഇത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതായത് നമ്മളെ കേരള യാത്രയിൽ ഉപനായകന്മാർ 2 ആൾ, ഒന്ന് ഇദ്ദേഹവും ഒന്ന് ഖലീഫുകളുമായിരുന്നു. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. അബ്ദുൽ ഹക്കീം അസ്ഗരി ഉണ്ടായിരുന്നു. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഗരി SYSന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്, ഉസ്താദിന്റെ മകൻ. ഉസ്താദ് പൂർണ്ണ സന്തോഷമാണോ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം? തൃപ്തിയാണ്? സന്തോഷമാണ്. സന്തോഷം. ഞങ്ങളുടെ മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം എന്നായിരുന്നു ഈ കേരള യാത്രയുണ്ടായിരുന്ന മുദ്രാവാക്യം. അത് ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലെ പത്രക്കാരെന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വളരെ സന്തോഷം. വളരെ സന്തോഷം വന്നത്. അല്ല, ഇപ്പോൾ വിളിച്ചത് വൃത്തിയല്ലല്ലോ. ഒരു വിഷയം മുമ്പിൽ വെച്ച് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ഓരോ സ്ഥലത്തും അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് ഉള്ളാൾ മുതൽ തുടങ്ങിയിട്ട് തിരുവനന്തപുരം വരെ. കേരള സർക്കാരിൻ്റെ മുമ്പിലും കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലും ആവശ്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളം ചെയ്യേണ്ടത് കേരളം ചെയ്യാനും കേന്ദ്രം ചെയ്യേണ്ടത് കേന്ദ്രം ചെയ്യാനും. അത് പദ്ധതിപ്പെട്ട ഒന്നാണല്ലോ റോഡ്. അതിപ്പോൾ വലിയ റോഡാക്കി അവിടെ വഴി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇനിയും അതുപോലെ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാത്തതും അത് കോഴിക്കോട്ടും എല്ലാം റെയിൽവേ സ്റ്റേഷൻ തന്നെ പണികൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്.